മിഡിൽ ഈസ്റ്റിലെ സൈനിക സംഘർഷങ്ങൾ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം കടുത്ത സാമ്പത്തിക ആഗോള പ്രതിസന്ധിയിലേക്ക് വഴിമാറുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടി. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിയ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ള ഏറ്റവും മാരകമായ തിരിച്ചടിയാണ് ഇറാൻ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ സൈന്യം പൂർണ്ണമായും തടഞ്ഞതോടെ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിനാണ് സാധ്യതയൊരുങ്ങിയിരിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ ഹോർമുസ് പൂട്ടുമെന്ന ഇറാന്റെ മുൻകാല ഭീഷണികൾ വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ അടിയന്തര നടപടി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേന ഹോർമുസ് കടലിടുക്കിൽ ഭീകരമായ സൈനിക വിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളെയും മറ്റ് ചരക്ക് കപ്പലുകളെയും ഈ പാതയിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന കർശന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനിലെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് സാമ്പത്തികമായി മറുപടി നൽകുക എന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഹോർമുസ് പാത അടയുന്നതോടെ ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പാതിയിലധികം സ്തംഭിക്കും. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ വിപണികളെ നേരിട്ട് ബാധിക്കും. ഈ പ്രഖ്യാപനം പുറത്തു വന്നതോടെ ആഗോള ഓഹരി വിപണികളും ഇന്ധന വിപണികളും വലിയ പരിഭ്രാന്തിയിലാണ്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് നിരക്കിലേക്ക് കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. വികസ്വര രാജ്യങ്ങളും എണ്ണ ഇറക്കുമതിയെ പൂർണ്ണമായി ആശ്രയിക്കുന്നതുമായ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ ഈ നീക്കം കനത്ത തിരിച്ചടിയാകും ഉണ്ടാക്കുക. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കാൻ അമേരിക്കൻ നാവികസേന നേരിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്താരാഷ്ട്ര ജലപാതയിലെ സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കാൻ US യുദ്ധക്കപ്പലുകൾ ഇറാന്റെ നാവികസേനയുമായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ അത് മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായൊരു ആഗോള യുദ്ധത്തിലേക്ക് തള്ളിവിടും. വരും മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.